ഏഴാം ക്ലാസ് അറബിക്കിലെ 52-ാമത്തെ പേജ്. ഈ നാടകം നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറേ വാചകങ്ങളുണ്ട്. നഖറഉ വനഫഹമു. ആ വാചകങ്ങൾ, ആ സെൻറ്റൻസുകൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഒന്നാമത്തെ സെൻറ്റൻസ്, ലൻ നുഹരിഖ അബദൻ. നമ്മൾ ഒരിക്കലും കത്തിക്കുകയില്ല. അവിടെ ലൻ എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ലൻ എന്നത് മുലാരിയായ ഫേലിന് നസ്ബ് ചെയ്യുന്ന ഹർഫാണ്. അതായത് ഈ ലൻ, പിന്നെ അടുത്ത വരിയിൽ കൈ, പിന്നെ അൻ എന്നീ 3 ഹർഫുകൾ കാണുന്നുണ്ടല്ലേ. ഇതിൻ്റെ കൂടെ ഇതൻ എന്നൊരു ഹർഫും കൂടെ ഉണ്ട്. അൻ, ലൻ, കൈ, ഇതൻ. ഈ 4 ഹർഫുകൾ മുലാരിയായ ഫേലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ്. എന്ന് വെച്ചാൽ ഈ ഹർഫുകൾ മുലാരിയായ ഫീലിൻ്റെ മുമ്പിലാണ് വരിക. മുലാരിയ ഫീലിൻ്റെ മുമ്പിൽ വന്നാലോ ആ മുലാരിയ ഫീലിന് നസ്ബ് ചെയ്യും. അതായത് ഈ ഹർഫുകൾ മുലാരിയ ഫീലിൻ്റെ മുമ്പിൽ വന്നാൽ പിന്നെ ആ മുലാരിയ ഫീലിൻ്റെ ഇറാബ് നസ്ബായിരിക്കും. ഇവിടെ നുഹരിഖു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിലാണ് ലെന്ന് വന്നിരിക്കുന്നത്. ലെന്ന് വന്നതുകൊണ്ട് നുഹരിഖു എന്ന മുലാരിയ ഫീലിൻ്റെ ഇറാബ് നസ്ബായി. ഒരു വാക്കിൻ്റെ ഇറാബ് നസ്ബായാൽ എന്ത് ചെയ്യണം? ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് ഇവിടെ നുഹരിഖ എന്ന് കൊടുത്തിരിക്കുന്നത്. അവസാനം ഫതഹ് നൽകിയ ഖാഫിന്. അതാണ് ഈ ഹർഫുകളുടെ പ്രവർത്തനം. മുലാരിയ ഫീലിൻ്റെ മുമ്പിൽ വരികയും മുലാരിയ ഫീലിന് നസ്ബ് ചെയ്യുകയും ചെയ്യും. നസ്ബായാൽ ആ വാക്കിൻ്റെ, ആ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഓക്കെ, ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? നുഹരിഖു എന്ന് പറഞ്ഞാൽ കത്തിക്കും. അതിൻ്റെ മുമ്പിൽ ലെന്ന് വന്നാൽ കത്തിക്കുകയില്ല എന്ന അർത്ഥം കിട്ടും. ലൻ നുഹരിഖ, നമ്മൾ കത്തിക്കുകയില്ല. അബദൻ, ഒരിക്കലും. ഓക്കെ, ലെൻ എന്ന് പറഞ്ഞാൽ ചെയ്യുകയില്ല എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ആത്തി ഇലാഹുന, ഞാൻ ഇവിടെ വരുന്നു. കൈ അസ്താദൽ അസ്മാക്ക, മീനുകളെ പിടിക്കാൻ വേണ്ടി. അസ്താദു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിലാണ് കൈ എന്ന നസ്ബിൻ്റെ ഹർഫ് വന്നിരിക്കുന്നത്. അപ്പോൾ അസ്താദു എന്ന ഫീലിൻ്റെ ഇറാബ് നസ്ബായി. നസ്ബാകുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അങ്ങനെ അസ്താദ എന്ന് പറഞ്ഞു. കൈ അസ്താദ, മീൻ പിടിക്കാൻ വേണ്ടി. കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ന അർത്ഥമാണ്. ലൻ, ചെയ്യുകയില്ല എന്നർത്ഥം കിട്ടും. കൈ, ചെയ്യാൻ വേണ്ടി എന്ന അർത്ഥം. ഇനി ലൻ വീണ്ടും. ലൻ നുഫ്സിദ ബിഅത്തന, നമ്മൾ നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുകയില്ല. ലൻ നുഫ്സിദ, നമ്മൾ നശിപ്പിക്കുകയില്ല. അപ്പോൾ നുഫ്സിദ ഇപ്പോൾ ഇറാബ് നസ്ബാണ് ലെന്ന് വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകി. ഇനി അടുത്തത് അൻ തുഹാഫിള, നീ സംരക്ഷിക്കൽ, നീ കീപ്പ് ചെയ്യൽ. അലാ നലാഫത്തിൽ ബൈത്ത്, വീടിൻ്റെ വൃത്തി. അതായത് വീട് വൃത്തിയായി സംരക്ഷിക്കൽ എന്നാണ് അൻ തുഹാഫിളൽ അലാ നലാഫത്തിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ. നീ വീട് വൃത്തിയായി സൂക്ഷിക്കൽ. അൻ തുഹാഫിള, ചെയ്യൽ. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലും പറയും. അതാണ് അൻ തുഹാഫിള. തുഹാഫിള എന്ന മുളാരിയ ഫീലിന് നസ്ബ് ചെയ്തു അന്ന് വന്നതുകൊണ്ട്. അതുകൊണ്ട് തുഹാഫിള എന്ന് പറഞ്ഞു. ഇനി ജിഇന കൈ നർമിയൻ നുഫയാത്തിയിലെ നെഹരി, മാലിന്യങ്ങൾ പുഴയിലേക്ക് എറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ജിഇന, ഞങ്ങൾ വന്നു. കൈ നർമിയ, എറിയാൻ വേണ്ടി. കൈ വന്നാൽ വേണ്ടി. നർമിയ അന്നുഫയാത്തി, മാലിന്യങ്ങൾ ഇലൽ നെഹരി, പുഴയിലേക്ക്. അപ്പോൾ നർമി എന്നുള്ള മുളാരിയ ഫീലിൻ്റെ മുമ്പിൽ കൈ വന്നപ്പോൾ ഇറാബ് നസ്ബായി. അതുകൊണ്ട് നർമിയ എന്ന് പറഞ്ഞു. ഇനി നഖറ ഉൽ ഫുക്കാഹത്ത, നമുക്ക് ഈ കോമഡി വായിക്കാം. വനത്തത വഖു, ഫുക്കാഹത്ത് മീൻസ് കോമഡി, അതായത് തമാശക്കഥ. വനത്തത വഖു, ആസ്വദിക്കാം. കാന നസീമുൻ മുസാരിയൻ, നസീം ഒരു കർഷകനായിരുന്നു. യോമൻ, ഒരു ദിവസം. വജദൽ ജസറ മസ്റൂക്കൻ, ക്യാരറ്റുകൾ മോഷ്ടിക്കപ്പെട്ടതായിട്ട് അവൻ കണ്ടു. തൻ്റെ കൃഷിയിടത്തിലെ ക്യാരറ്റുകൾ കാണാനില്ല. ഫ അറാദ അൻ യുറാഖിബ ലൈലൻ, അപ്പോൾ അവൻ രാത്രി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അറാദ, അവൻ ഉദ്ദേശിച്ചു. അൻ യുറാഖിബ, നിരീക്ഷിക്കാൻ. ലൈലൻ, രാത്രി. എന്തിനു വേണ്ടിയാണ് നിരീക്ഷിക്കുന്നത്? കൈ അക്ബിള അല സാരിഖ്, മോഷ്ടാവിനെ പിടികൂടാൻ വേണ്ടി. കൈ അക്ബിള, പിടികൂടാൻ. അലസാരിക്ക്, മോഷ്ടാവിനെ. ഫറ അൽ അർണബ, അപ്പോൾ അവൻ മുയലിനെ കണ്ടു. യകുൽ ജസറ, ക്യാരറ്റ് തിന്നുന്നത്. ആരാണ് മോഷ്ടാവ്? മുയലാണല്ലേ. മുയൽ ക്യാരറ്റ് തിന്നുന്നത് കണ്ടു. ഫംസകഹു, അങ്ങനെ അവൻ അതിനെ പിടിച്ചു.
കൈ യുആഖിബഹു ബിശിദ്ദത്തിൻ, അതിനെ കഠിനമായി ശിക്ഷിക്കാൻ വേണ്ടി. കൈ യുആഖിബ, ശിക്ഷിക്കാൻ വേണ്ടി. കൈ യുആഖിബഹു, അതിനെ ശിക്ഷിക്കാൻ വേണ്ടി, ആ മുയലിനെ ശിക്ഷിക്കാൻ വേണ്ടി പിടിച്ചു. ബിശിദ്ദത്തിന്, കഠിനമായി. ഫഖാല, അപ്പോൾ ആ മുയൽ പറഞ്ഞു, ലൻ ആക്കുലൽ ജസറ അബദൻ, ഇനി ഒരിക്കലും ഞാൻ ക്യാരറ്റ് തിന്നുകയില്ല. ലൻ ആക്കുല, ഞാൻ തിന്നുകയില്ല, അൽ ജസറ, ക്യാരറ്റ്, അബദൻ, ഒരിക്കലും. ലാക്കിൻ, പക്ഷേ, നസീമുൻ ഖലഅ അസ്നാനൽ അർനബി, നസീമു മുയലിൻ്റെ പല്ലുകൾ പിഴുതെടുത്തു. ഖലഅ മീൻസ് പിഴുതെടുത്തു, അസ്നാന പല്ലുകൾ, മുയലിൻ്റെ പല്ലുകൾ പിഴുതെടുത്തു. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം, റഅൽ ജസറ മഅകൂലൻ മറത്തൻ ഉഖറ, ഒരിക്കൽ കൂടെ ക്യാരറ്റുകൾ തിന്നപ്പെട്ടതായിട്ട് കണ്ടു. റഅ, അവൻ കണ്ടു, നസീം കണ്ടു, അൽ ജസറ, ക്യാരറ്റുകൾ, മഅകൂലൻ, തിന്നപ്പെട്ടതായിട്ട്, അതായത് വീണ്ടും ക്യാരറ്റ് മുയൽ തിന്നിട്ടുണ്ട് എന്ന് കണ്ടു. മറത്തൻ ഉഖറ, മറ്റൊരിക്കൽ കൂടെ. ഫസ്വാറ ഗാലിബൻ, അപ്പോഴവന് ദേഷ്യം പിടിച്ചു. സ്വാറ ഗാലിബൻ, ദേഷ്യം വന്നു. അംസക നസീമുൻ അൽ അർനബ, നസീമു മുയലിനെ പിടിച്ചു. വസഅലഹു, എന്നിട്ട് ചോദിച്ചു, മൻ അക്കലൽ ജസറ യാ അർനബ്, മുയലെ, ആരാണ് ക്യാരറ്റ് തിന്നത്? മുയലിന് എന്തായാലും തിന്നാൻ കഴിയില്ല, പല്ലൊക്കെ പോയില്ലേ. ഫഖാല, അപ്പോൾ മുയൽ പറഞ്ഞു, അന ജഅൽതുഹു അസീറൻ വശരിബ്തു, ഞാനത് ജ്യൂസാക്കി കുടിച്ചു. അല്ലേ, നീ എൻ്റെ പല്ല് എടുത്തു കളഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു നമ്മുടെ മുയൽ. ഇതാണ് കഥ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നുമയ്യിസു അദവാത്തിൻ നസ്ബി, നസ്ബിൻ്റെ അടയാളങ്ങൾ നമ്മൾ വേർതിരിച്ചെടുക്കണം. ഫിൽ ഫിക്രത്തി, ആ പാരഗ്രാഫിലെ, വനക്തുബ് അഫാലഹ, എന്നിട്ട് അതിൻ്റെ ഫീലുകളും എഴുതണം. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താ ചെരിഞ്ഞ്. അൽ അദവാത്ത്, അദവാത്ത് അൻ എന്നത് നസ്ബിൻ്റെ അദാത്താണ്. അതിൻ്റെ ഫീൽ എന്താണ്? അൻ യുറാഖിബ, നിരീക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ അന്നിൻ്റെ ശേഷം വന്നത് യുറാഖിബ് എന്ന ഫീലാണ്. അതേപോലെ ഏതൊക്കെ നസ്ബിൻ്റെ അദാത്തുകളാണ്, നസ്ബിൻ്റെ ഹർഫുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കാം. കൈ യഖ്ബില എന്ന് കാണാം അല്ലേ. അൻ യുറാഖിബിന്റെ ശേഷം കൈ യഖ്ബില, പിടിക്കാൻ വേണ്ടി. അപ്പോൾ കൈ എന്നത് അദാത്ത് എന്ന കോളത്തിലും അൽ അദവാത്ത് എന്ന കോളത്തിലും, യഖ്ബില എന്നത് അൽ അഫ്ആൽ എന്ന കോളത്തിലും എഴുതുക. കൈ യഖ്ബില, പിടിക്കാൻ വേണ്ടി. പിന്നെയോ കൈ യുആഖിബ, അടുത്ത വരിയിൽ, ശിക്ഷിക്കാൻ വേണ്ടി. യുആഖിബഹു എന്ന് എഴുതണ്ട, ഹു എന്നത് മറ്റൊരു വാക്കാണ്. കൈ എന്ന നസ്ബിൻ്റെ അദാത്തും യുആഖിബ എന്ന അതിൻ്റെ ഫേലും മാത്രം എഴുതിയാൽ മതി. ശിക്ഷിക്കാൻ വേണ്ടി. പിന്നെ ലൻ ആക്കുല, ഞാൻ തിന്നുകയില്ല. ലൻ എന്നത് നസ്ബിൻ്റെ അദാത്താണ്, ആക്കുല ഫേലാണ്. പിന്നെയോ ഓക്കെ, അത്രയുമാണ് അതിൽ നസ്ബിൻ്റെ ഹർഫുകളും അവയുടെ ഫീലുകളും ഉള്ളത്. ഇനി നഖറഉൻ നുഫായാത്തി, നഫ്രിസുൻ നുഫായാത്തി, നമുക്ക് മാലിന്യങ്ങളെ വേർതിരിക്കാം. വനുൽഖിഹ ഫിസ്സല്ലാത്തിൽ മുനാസിബ, എന്നിട്ട് അനുയോജ്യമായ ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിക്കാം. ഇവിടെ കുറേ മാലിന്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവയൊക്കെ ഈ താഴെയുള്ള മാലിന്യ ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിക്കണം. താഴെ എന്തൊക്കെ ബാസ്ക്കറ്റുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തത് അന്നുഫായത്തുൽ ഇലക്ട്രോണിയ, അതായത് ഇ വേസ്റ്റ്. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയാൽ, കേടുവന്നാൽ ഇ വേസ്റ്റ് ആണ്, ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ ഈ ബോക്സിലിടണം. പിന്നെ അന്നുഫായത്തുൽ വറക്കിയ, പേപ്പർ വേസ്റ്റ്, പേപ്പറുകളൊക്കെ അവിടെ ഇടുക. പിന്നെ നുഫായത്തുൽ മവാദിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ. അടുത്തത് അന്നുഫായത്തു തൊബിയ, ജൈവ മാലിന്യങ്ങൾ. ഇത്രയുമാണ് ഉള്ളത്. ഇതിൽ ഓരോന്നും നമുക്ക് ഏതൊക്കെ ബാസ്ക്കറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തത് അൽ അഖ്ലാമുൽ മുതകസ്സിറ, പൊട്ടിയ പേനകൾ. അത് ഏതിൽപ്പെടും? അന്നുഫായത്തുൽ പ്ലാസ്റ്റിക്കിയ അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റാണ്. ഫളലാത്തു തആം, ഭക്ഷണാവശിഷ്ടങ്ങൾ. അത് അന്നുഫായത്തു തൊബിയ, ജൈവ മാലിന്യങ്ങളിൽപ്പെടും. പിന്നെ ഖിശുറുൽ ഖദറാവാത്ത്, പച്ചക്കറികളുടെ തൊലി. അതും അന്നുഫായത്തു തൊബിയ, ജൈവ മാലിന്യമാണ്. അൽ ഔറാഖുൽ മുസ്താമല, യൂസ്ഡ് പേപ്പേഴ്സ്, ഉപയോഗിച്ച പേപ്പറുകൾ. അതേതാണ്? അൽ അന്നുഫായത്തുൽ വറഖിയ, പേപ്പർ മാലിന്യങ്ങൾ. ഓക്കെ. പിന്നെയോ അത്തിൽഫാസുൽ ഹരിബു, കേടുവന്ന TV. അത് അന്നുഫായത്തുൽ ഇലക്ട്രോണിയ. അൽ ജവാലാത്തുൽ ഹരിബത്തു, കേടുവന്ന മൊബൈൽ ഫോൺസ്. അതും അൽ ഇലക്ട്രോണിയ. അൽ കാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് ബോട്ടിൽ. അത് അന്നുഫായത്തുൽ പ്ലാസ്റ്റിക്കിയ. ഒലബുൽ ഹലീബ്, പാലിൻ്റെ പാക്കറ്റ്സ്. അതും നുഫായത്തുൽ പ്ലാസ്റ്റിക്കിയ. ഖിശുറുൽ ബിയൽ,
മുട്ടത്തോല്, മുട്ടയുടെ തോല് ഏതിൽപ്പെടും? അന്നുഫായത്തു ത്വബിഇയ്യ, ജൈവ മാലിന്യമാണ്. തിൽഫാസുൽ ഫാസിദ്, നേരത്തെ പറഞ്ഞ തന്നെ കേടുവന്ന TV, ഇലക്ട്രോണിക് വേസ്റ്റ്. ദഫാത്തിറുൽ ഖദീമ, പഴയ നോട്ട്ബുക്സ്, അത് അന്നുഫായത്തുൽ വറഖിയ അല്ലേ. അൽ മനാദിലുൽ വറഖിയ, പേപ്പർ, അതായത് ടിഷ്യൂ പേപ്പേഴ്സ് അല്ലേ, അതും അന്നുഫായത്തുൽ വറഖിയയിൽപ്പെടുത്താം. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പറയാം.